പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാം. ഇന്നത്തെ ക്ലാസ് മുമ്പത്തെ ഒരു ക്ലാസിന്റെ ബാക്കിയാണ്. മുമ്പ് നമ്മൾ സൂറത്തു അൽ-മാഇദ 3-ാമത്തെ വചനം തുടങ്ങി വെച്ചിരുന്ന വിശദീകരണം, അതിന്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ആ ക്ലാസിന്റെ പേര് ശവം, പന്നിമാംസം, രക്തം. ശവം, രക്തം, പന്നിമാംസം ഖുർആനിൽ എന്ന ടൈറ്റിലോടുകൂടി നമ്മൾ ഒരു ക്ലാസ് മുമ്പ് എടുത്തിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. അത് കേട്ടാലേ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതൊന്ന് കേൾക്കാത്ത എൻ്റെ സഹോദരങ്ങൾ. അതിൽ മൈത്തത്ത് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഒരു ഹറമിലേക്ക്, നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ട ഹറമിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞു. കാരണം പിന്നെ അതിന്റെ വൃത്തത്തിൽ മാത്രം നിങ്ങൾ കഴിയേണ്ടി വരും, അതിന്റെ പുറത്തേക്ക് വരാൻ കഴിയില്ല. അതിലൊന്നാണ് മൈത്തത്ത് എന്ന് നമ്മൾ പറഞ്ഞു, നിർജീവമായ ആശയങ്ങൾ. വിശദമായി അതിൽ വിശദീകരിച്ചിട്ടുണ്ട്, അത് കേൾക്കന്നെ വേണം. മറ്റൊന്നാണ് ദമ്, ഒരു സർക്കിളിൽ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ മാത്രം അതിന്റെ നൈരന്തര്യം തുടർന്നുകൊണ്ടേയിരിക്കുന്ന അറിവുകൾ. അതിനപ്പുറത്തേക്ക് അതിന് പോകാൻ കഴിയില്ല, രക്തത്തെ പോലെ. അതാണ് ഓ ദമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു. അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ തവസ്സുൾ, അതിന് നിശ്ചയിച്ച മുഗലക്കായ അടച്ചിടപ്പെട്ട ഒരു മേഖല ഉണ്ടല്ലോ, അതിന്റെ പുറത്തേക്ക് അതിന് പോകാൻ കഴിയില്ല. അത്തരം അറിവുകളെയും നിങ്ങൾ പിന്തുടരരുത്. വേറൊരർത്ഥം പറഞ്ഞ ജ്ഞാനികളുണ്ട് അതിന്. എനിക്ക് ഒന്നുകൂടി ആപ്റ്റായിട്ട് തോന്നിയത് അതാവുകൊണ്ടാണ് ഞാൻ അത് വിശദീകരിക്കാനുള്ള കാരണം. മറ്റൊന്ന് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാല്, മനുഷ്യർക്കിടയിൽ രക്തം ചിന്താൻ ഉതകുന്ന ആശയങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കരുത്, അത് ഉൾക്കൊള്ളരുത് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ പറഞ്ഞ ചില അപൂർവം ചില ജ്ഞാനികളുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു ജ്ഞാനികൾ ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ ഞാനതിൽ ജ്ഞാനിയാന്നുള്ള അർത്ഥത്തിന് പറഞ്ഞതല്ല. അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അതില് ഭൂരിഭാഗം ആളുകളും ഞാൻ ആദ്യം പറഞ്ഞ ആശയത്തോടാണ് യോജിപ്പ്. കാരണം കാരണങ്ങൾ നിരവധി കാരണങ്ങൾ വിശദീകരിക്കുന്നത് അതിനാണ്. അതിന്റെ ദൈമൂമത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്, അതിന്റെ നൈരന്തര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് അതിന് പറയുന്നത്. ഇനി അടുത്തത് ആണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അതിൽ വിശദമാക്കിയത്, ഖുർആൻ ഒരു ഭക്ഷണത്തിന്റെ മെനു വിശദീകരിക്കുന്ന ഗ്രന്ഥമല്ല എന്നാണ് അതിൽ നമ്മൾ വിശദീകരിച്ചത്. ഖുർആൻ ഒരു ഡ്രസ് കോഡ് പറയുന്ന ഗ്രന്ഥമല്ല. ലിബാസ് പറയുന്നുണ്ട്, അത് അവന്റെ തഖ്വയുടെ ലിബാസാണ് പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെ സ്ത്രീകളുമായി അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരുമായി ലൈംഗിക വീഴ്ച നടത്തണമെന്ന് പറയുന്ന ഗ്രന്ഥമല്ലത്. എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വിനീതമായി പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്ത് ഒരു 2-3 ഭക്ഷണങ്ങളും മൃഗങ്ങളും മാത്രമാണ് തിന്നാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ, ലോകത്ത് 10,000-കണക്കിന് മൃഗങ്ങളുണ്ട് ലോകത്ത്. അതിൻ്റെയൊക്കെ പട്ടിക തയ്യാറാക്കാൻ നിന്നാൽ 1000-കണക്കിന് ഗ്രന്ഥങ്ങൾ വേണ്ടി വരും. ഞാനൊക്കെ പഠിക്കുന്ന ആ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു ലഘുലേഖ കണ്ടിരുന്നു, ഒരു ചെറിയ ബുക്ക്ലെറ്റ്. അദ്ദേഹം ഒരു തഫ്സീർ എഴുതിയ ജ്ഞാനിയാണ്, പണ്ഡിതനാണ്, ആലിമാണ്. ഞങ്ങളുടെ അടുത്തുള്ള നാട്ടുകാരനാണ്. ആദ്യമായിട്ട് തഫ്സീർ എഴുതിയ ആളെന്ന് വേണമെങ്കിലും പറയാം മലയാളത്തിൽ. അതിനു മുമ്പ് ചെറിയ ചെറിയ ചില തഫ്സീറുകൾ കടന്നുപോയിട്ടില്ല എന്നല്ല അർത്ഥത്തിനല്ല. പക്ഷെ ഒരു മലയാളം കൂട്ടിപ്പറയാൻ പറ്റുന്ന നല്ലൊരു പരിഭാഷ എഴുതിയത്. പക്ഷെ മുസ്ലിം ബഹുഭൂരിപക്ഷവും അത് അംഗീകരിക്കുന്നില്ല തഫ്സീറിനെ എന്നുള്ളത് വേറെ കാര്യം. അദ്ദേഹം ഒരു
എലിയെ തിന്നാം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക്ലെറ്റ്, ഒരു ലഘുലേഖ അടിച്ചിറക്കിയിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. ഈ പറഞ്ഞ ഭക്ഷണങ്ങൾക്ക് അപ്പുറത്ത് തിന്നാം എന്ന് പറഞ്ഞത്. പക്ഷെ അത് പാടില്ല എന്ന് പറഞ്ഞ് എൻ്റെ ഗുരുനാഥന്മാരൊക്കെ ശക്തമായി പറയുകയൊക്കെ ചെയ്തപ്പോഴും അന്ന് ഞങ്ങളോട് തെളിവൊന്നും പറഞ്ഞില്ല. എന്താണ് അത് തിന്നാതിരിക്കാൻ ഖുർആനിൽ നിന്ന് ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് തിന്നാൻ പാടില്ല എന്ന് പറയുന്നത്? ഈ 3 കാര്യങ്ങളിലുള്ളൂ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോ അത് അങ്ങനെ ആരും പൂർവികരായ പണ്ഡിതന്മാരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെയാണ് പറയാം. അപ്പൊ ഞാൻ പറയുന്നത്, 10,000-കണക്കിന് മൃഗങ്ങൾ, ജീവജാലങ്ങൾ ലോകത്തുണ്ട്. അതിൽ ഏതിനെയൊക്കെ തിന്നാൻ പറ്റും? പാമ്പിനെ തിന്നാൻ പറ്റുമോ? പറ്റൂല. പാമ്പിനെ തിന്നുന്ന ജനസമൂഹങ്ങളുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് ഒരു മെനു തയ്യാറാക്കി പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. നീ ഈ മൃഗങ്ങൾ മാത്രമാണ്, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ചില കിഴങ്ങുവർഗ്ഗമൊക്കെ ആളുകൾ തിന്ന ഛർദിച്ച് അവന് ഒരു ഭാഗത്ത് കിടക്കേണ്ടി വരും. അങ്ങനത്തെ കിഴങ്ങുകളുണ്ട്. അതിലേതൊക്കെ തിന്നാൻ പാടില്ല? പച്ചക്കറികളിൽ ഏതൊക്കെ തിന്നാൻ പാടില്ല? ഇലകളിൽ ഏതൊക്കെ തിന്നാൻ പാടില്ല? ചില ഇലകള് ചില മുരിങ്ങന്നെ മതി, കഴിച്ചിട്ട് തിന്നാൻ കഴിയില്ല. അത്രമാത്രം കയ്പായിരിക്കും. അപ്പൊ അതാണ് എൻ്റെ വീട്ടിലൊന്നുണ്ട്, അതിപ്പോ വെട്ടിക്കളയണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അതിൽ കായ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. പക്ഷെ ഇതുവരെയും കായ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഇലകളിൽ എത്രായിരം ഇലകളുണ്ട് ഭൂമിയിൽ. അതിന്റെ ഏതൊക്കെ തിന്നാൻ പറ്റൂല? ഏതൊക്കെ ഫ്രൂട്ട്സ് തിന്നാൻ പറ്റൂല? ഏതൊക്കെ നട്ട്സ് തിന്നാൻ പറ്റൂല? ഇങ്ങനെ അതിനെ കാറ്റഗറി ചെയ്ത് അതിനെ മെനു തയ്യാറാക്കാൻ എത്രായിരം ഗ്രന്ഥങ്ങൾ വേണ്ടി വരുന്ന എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ചുരുക്കത്തിൽ അവന്റെ ആത്മാവിലേക്ക്, അവന്റെ മനസ്സിലേക്ക്, അവന്റെ ചിന്തയിലേക്ക് കൊടുക്കേണ്ട ഫുഡാണ് ഖുർആനിന്റെ വിഷയം. അതാണ് എനിക്ക് ആമുഖമായിട്ട് ഇന്നും പറയാനുള്ളത്. അതാണ് ഖുർആനിന്റെ വിഷയം. ഇനി ഞാൻ നമ്മുടെ ബാക്കി ഭാഗത്തേക്ക് വരാം. വലഹ്മൽ ഖിൻസീർ. ഇനി അതാണ് നമുക്ക് പറയാനുള്ളത്. ലഹ്മ് എന്ന് പറഞ്ഞാല് ഒന്നിനോട് ഒട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നാണ്. മാംസം എന്നല്ല, മാംസം എന്ന് അതിന് അർത്ഥം വരാനുള്ള കാരണം അതുകൊണ്ടാണ്. ലഹ്മുൻ മാംസം എന്ന്. അത് എല്ലിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അതിനോട് മുലാസക്കായിട്ട്, മുൽത്തസിക്കായിട്ട്, എല്ലിനോട് മുൽത്തഹിമായിട്ട്, ഇൽത്തഹമ ഇൽത്തസക്ക എന്നാണ്. ഒന്നിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക, അതാണ് ഇൽത്തിഹാമ്, അതാണ് ലഹ്മ്. അങ്ങനെ വളരെ താഴെ ഇറങ്ങി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഗ്രൂപ്പിലൊക്കെ ആണെങ്കിൽ ഇൽത്തിഹാം എന്ന് പറഞ്ഞ ലഹ്മുൽ ഖിൻസീർ എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞു പോകും. കാരണം അവിടെ വർഷങ്ങളായി നമ്മളെ പിന്തുടരുന്ന ആളുകളാണ്. അവർക്ക് അത് വിശദീകരിച്ച സമയം അവർക്ക് കളഞ്ഞാൽ അവർക്കത് ബോറായി മാറും. ഞാൻ അങ്ങനെ എൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയി. പല ആളുകളും അങ്ങനെ കംപ്ലൈന്റ് പറയാൻ തുടങ്ങി, ഇതും മനസ്സിലാണില്ല എന്നുള്ളത്. ഇപ്പൊ വേറൊരു ആക്ഷേപമുണ്ട്. അതായത് എന്താ പറഞ്ഞാൽ, ഇത്രയും ഡീപ്പായിട്ട് അള്ളാഹുവിന് പറയേണ്ട ആവശ്യമുണ്ട്? വളരെ ലളിതമായി പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞല്ലോ, പാരമ്പര്യ പരിഭാഷനെ ലളിതമായിട്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ തന്നെ മുസ്ലിങ്ങൾ അറബിയുമായി ഏതെങ്കിലും നിലക്കൊരു ചെറിയ ബന്ധങ്ങളിലുള്ള മുസ്ലിങ്ങൾ 150-60 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ എത്ര ലക്ഷം ആളുകൾക്ക്, കോടി എന്ന് ഞാൻ പറയില്ല, എത്ര ലക്ഷം ആളുകൾക്ക് അതിൻ്റെ മുഴുവൻ ആശയവും അർത്ഥവും അതിൻ്റെ ഭാഷയും അതിൻ്റെ വ്യാകരണവും അതിൻ്റെ ഗ്രാമറും അതിൻ്റെ നഹവും സർഫും ഒക്കെ തിരിഞ്ഞ് അതിൻ്റെ അർത്ഥം അറിയുന്ന ആളുകൾ എത്ര ഉണ്ട് നിങ്ങൾ പറയും. ഇത് ടഫാണെന്ന് സമ്മതിച്ചു, അത് ടഫല്ല എന്ന് എങ്ങനെ മനസ്സിലാക്കുക?
അപ്പൊ ഞാൻ പറയുന്നത് എന്നിട്ടല്ലേ ബാക്കി 600 കോടി ജനങ്ങളുടെയൊക്കെയുള്ള ബാക്കി അറബിയുമായി യാതൊരു ബന്ധമില്ലാത്ത ബാക്കി 600 കോടി ജനങ്ങളുടെ അവസ്ഥ പിന്നെ എന്താണ്? അറബിയിൽ ഒരക്ഷരം പോലും അറിയാത്ത കോടാനുകോടി ജനങ്ങൾ ലോകത്ത്. അപ്പൊ അവരെ കുറിച്ചൊക്കെ എന്താ പറയാൻ നമുക്ക് പറ്റുക? അള്ളാഹു അവരെ കുറിച്ചൊക്കെ എന്താ തീരുമാനിക്കുക? ഈ ഗ്രന്ഥം അവര് വായിച്ചു മനസ്സിലാക്കാത്തതിന്റെ പേരിൽ അവരെ കാലാകാലം നരകത്തിലിടുന്നതിന്റെ യുക്തി എന്താണ്? അതാണ് എനിക്ക് ചോദിക്കാൻ. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ആവശ്യക്കാർക്ക് മാത്രമുള്ളതാണ്, അല്ലാത്തവർക്ക് വേണ്ടേ? ഉണ്ട്. അവർക്കുള്ള ഖുർആന് അവരോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഭാഷ അവന് തടസ്സമല്ല, പ്രദേശം തടസ്സമല്ല, കാലം തടസ്സമല്ല. കാലമോ ദേശമോ ഭാഷയോ തടസ്സമല്ലാതെ നിരന്തരം അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഖുർആൻ ഉണ്ട് അവന്റെ ഉള്ളിൽ. അതിനെക്കുറിച്ച് അത്രേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി ഞാൻ പറയുന്നില്ല. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ചില ആളുകൾ ഈ അറബിയിലുള്ള ഈ ഖുർആൻ തന്നെ പഠിച്ച് മനസ്സിലാക്കിയാലേ അവന്റെ ദീന് പൂർത്തിയാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ആണ് മതത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ പരിമിതമായ ഒരു ഭാഷയിൽ ഒതുക്കേണ്ടതല്ല അള്ളാഹുവിന്റെ കലാമ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. 600-500 പേജിൽ ഒതുക്കേണ്ടതല്ല അള്ളാഹുവിന്റെ കലാമ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഭാഷയും അറബി ഭാഷയും അതിന്റെ നഹവും സർഫും അതിന്റെ ബലാഗയും അതിന്റെ ഹുക്കുമുകളും എല്ലാം അതിന്റെ തെജ്വീദും എല്ലാം ഓതിപ്പടിച്ച ആളുകളോട് മാത്രം സംസാരിക്കുന്ന ആളാണ് അള്ളാഹു എന്ന് വിശ്വസിക്കുന്ന ആളും അല്ല ഞാൻ. എല്ലാ മനുഷ്യരോടും അള്ളാഹു സംസാരിക്കും എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ. അതിനെക്കുറിച്ച് അത്രേ ഇനി ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് ആവശ്യക്കാർ കേട്ടാൽ മതി ഈ വായന എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ള ഒരു മറ്റൊരു കാര്യം. അപ്പൊ ലഹ്മ് അൽ ഖിൻസീർ എന്ന് പറഞ്ഞ ഒരു ഫസദ വ തഅഫന, ഒരു കേടുവന്നതും മലിനമായതും അഴുക്കായതും ആയ ഒരു വസ്തുവിനോട് നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കരുത്, അതും നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു. അതാണ് ലഹമ എന്ന് പറഞ്ഞ ഇൽത്തിഹാമ്, ഇൽത്തിസാഖ്. നിങ്ങൾ നോക്കിക്കോളൂ അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് അപ്പടി വിഴുങ്ങണ്ട. ഇപ്പൊ ലഹാമുൽ മആദിൻ വിശദമായി പറയണം ഞാൻ. ഇപ്പൊ ലഹാമുൽ മആദിൻ എന്ന് പറഞ്ഞാൽ എന്താ? മഅദനുകളെ ലഹാമ് ചെയ്യുന്ന വ്യക്തികൾ ആരാണ്? വെൽഡർമാരാരാണ്? ഇപ്പൊ ഒരു വെള്ളി അല്ലെങ്കിൽ ഒരു സ്വർണം അല്ലെങ്കിൽ ഇരുമ്പ്, മറ്റേതെങ്കിലും ലോഹങ്ങൾ, ഈ ലോഹങ്ങളെ പരസ്പരം വെൽഡ് ചെയ്ത് യോജിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന ആളുകളെയാണ് ലഹാമുൽ മആദിൻ എന്ന് പറയുന്നത്. മഅദനുകളെയാണ് അവർ ലഹാമ് ചെയ്യുന്നത്, ലോഹങ്ങളെ. അതാണ് ലഹാം എന്ന് പറഞ്ഞാൽ. ഖനസ, ഖിൻസീർ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫസദ വ തഅഫന എന്നാണ്. ഒന്ന് വരികയും നശിക്കുകയും കേടുവരികയും അത് ഉപയോഗശൂന്യമായി തീരുകയും ചെയ്ത ഒരു വസ്തുവിനെയാണ് ഖനസ ഷൈഅ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. ഞാൻ പറയുന്നല്ല, നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊന്നും എൻ്റെ പോക്കറ്റിൽ നിന്ന് മാത്രം എടുക്കുന്ന അർത്ഥങ്ങളോ ആശയങ്ങളോ ഒന്നും അല്ല. അപ്പൊ മലിനമായതും കേടുവന്നതും ദുർഗന്ധമുള്ളതുമായ വസ്തുക്കളുമായി, ആശയങ്ങളുമായി നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളല്ല ഇപ്പൊ ലഹ്മ് എന്ന് ഞാൻ പറഞ്ഞു. ലഹ്മ് എന്ന് പറഞ്ഞ എല്ലുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് ലഹ്മ്. അതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നത്. ഇപ്പൊ അങ്ങനെ പേരുകൾ, ഓരോ നാമങ്ങൾ വരാനും ഉള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമുണ്ട്. ഇത് ഏതെങ്കിലും ജ്ഞാനികൾ എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ, പണ്ഡിതന്മാരായ ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് അത്തരം ഗ്രന്ഥങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുന്നത് നന്നായിരിക്കും. ഇപ്പൊ ദഹബ് എന്ന് പറഞ്ഞ സ്വർണം എന്ന് പറഞ്ഞാൽ ദഹബ എന്ന വാക്കിൽ നിന്നാണ്, പോയി എന്നുള്ള അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് ദഹബ് എന്ന സ്വർണം എന്ന അർത്ഥം വരുന്ന വാക്കുണ്ടായത്. എന്താണ് അതിന്റെ കാരണം എന്ന് വിശദീകരിക്കുന്നുണ്ട് ആ ഗ്രന്ഥങ്ങളിൽ.
ഇങ്ങനെ ഓരോ പദങ്ങളും ആ ഏത് ക്രിയയിൽ നിന്നാണ് അതിന്റെ നാമം വന്നത് എന്ന് ഒരുപാട് പദങ്ങളുടെ, ഒരുപാട് നാമങ്ങളുടെ, അതങ്ങനെ വരാനുള്ള കാരണങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമുണ്ട്. അപ്പൊ അതാണ് ലഹ്മൽ ഖിൻസീർ എന്ന് പറയുന്നത്. ഫസദ തഅഫന, അഴുക്കായതും കേടുവന്നതും ഉപയോഗശൂന്യവുമായതുമായ വസ്തുക്കളുമായി നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിനെയും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. ആ വൃത്തത്തിലേക്ക് നിങ്ങൾ പോകരുത്. അതും നിങ്ങൾക്ക് മംനൂ ദുഖൂലാണ്, നോ എൻട്രി ആണ്. അവിടേക്ക് പോകരുത്. അത് നിങ്ങളെ നശിപ്പിക്കും, നിങ്ങളുടെ ചിന്തയെ നശിപ്പിക്കും, നിങ്ങളുടെ മനസ്സിനെ നശിപ്പിക്കും, നിങ്ങളുടെ മനസ്സിനെ അത് ദുഷിപ്പിക്കും. അത്രയാണ് അതിനെക്കുറിച്ച് ലഹ്മൽ ഖിൻസീർ. അത് നിങ്ങൾക്ക് അതിന്റെ ഹക്കായിക്കുകൾ, അതിന്റെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരൂല. ഇനി മറ്റൊന്ന് പറയാനുള്ളത് വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്നുള്ളതാണ്. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് എന്നാണ് അതിന്റെ പാരമ്പര്യാർത്ഥം. എന്റെ സഹോദരങ്ങള്, ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം, ഉഹില്ല എന്ന് പറഞ്ഞാൽ അറുക്കപ്പെടുക എന്ന് എങ്ങനെയാ അർത്ഥം എന്നുള്ളത്. ഇപ്പൊ റബഹ പറഞ്ഞു, റക്കൈത്തെന്ന് പറഞ്ഞു, ഇനിയിപ്പോ ഉഹില്ലിയായി. ഇതിനൊക്കെ അറുക്കുക എന്ന് എങ്ങനെയാണ്? പിന്നെ ഫദുക്റുസ്മല്ലാഹി എന്ന് അലൈഹ എന്ന് പറഞ്ഞ ദൈവനാമം ഉച്ചരിക്കുക, അതും അറുക്കുകയാണ്. അപ്പൊ റബഹ അറുക്കലാണ്. പിന്നെ അങ്ങനെ കുറെ അറുക്കലിന് തന്നെ കുറെ വാക്കാണ്. ഫദുക്റുസ്മല്ലാഹി അലൈഹ, ദൈവനാമം, അള്ളാഹുവിന്റെ ഗുണങ്ങൾ അവയിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതും അറുക്കലായി. അള്ളാഹുവിന്റെ അസ്മാകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഗുണങ്ങൾ അവരുടെ മേൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, അവരിൽ ആവിഷ്കരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ വഹീമത്തുൽ അനാം അല്ലെങ്കിൽ അനാമുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ വിശദീകരണം ഇനി വരും നമ്മൾ അവിടേക്കൊക്കെ. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതാണ്, എങ്ങനെയാണ് ഇപ്പൊ ദബഹ എന്ന് പറഞ്ഞാൽ അറുക്കുക. ശരി, ഇനി സമ്മതിച്ചു. ഫദ്കുർസ്മല്ലാഹി അലൈഹ എന്ന് പറഞ്ഞാൽ ദൈവനാമം, അള്ളാഹുവിന്റെ ഗുണങ്ങൾ, ദൈവത്തിന്റെ ഗുണങ്ങൾ, ഇസ്മുകൾ, അവന്റെ അസ്മാകൾ, അവന്റെ ഗുണങ്ങൾ അവരുടെ മേൽ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അറുക്കുക എന്ന് എവിടുന്നാ കിട്ടുക? എനിക്ക് മനസ്സിലാണ്. ഒമാ ഉഹില്ല എന്ന് പറഞ്ഞാൽ അറുക്കപ്പെട്ടത് എന്ന് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അന്നത്തെ കാലത്ത് പഠിച്ചങ്ങനെ പോയതല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കാൻ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എവിടുന്നാണ് ഈ ഉഹില്ലക്ക് ഖുർആനിൽ അഹില്ലത്ത്, അഹില്, അതിന്റെ അഹിലായി മാറുക എന്നൊക്കെ അല്ലാതെ, അതിന്റെ മുഅഹലാത്ത്, അതിന്റെ അവകാശികളായി മാറുക എന്നൊക്കെ അല്ലാതെ അതിന് അറുക്കപ്പെടുക എന്നുള്ളത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. യസ്അലൂനക അനിൽ അഹില്ലത്തി ഖുൽ ഹിയ മവാഖീതു ലിന്നാസി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശദീകരിക്കും പിന്നീട്. അവിടെ അഹില്ലത്ത് എന്ന് പറഞ്ഞാൽ അറുക്കപ്പെടുന്നതിനെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു എന്നല്ല. അതേ അക്ഷരങ്ങൾ തന്നെയാണ് ഇവിടെ ഉഹില്ല. ഒരു താവ് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ, ഒരക്ഷരവും അവിടെ മാറിയിട്ടില്ല. അഹില്ലത്ത് എന്ന് പറയുമ്പോൾ അവസാനം അതിനെ ക്ലോസ് ചെയ്യാനുള്ള ഒരു താ കൂടി എന്നേ ഉള്ളൂ. അതേ വാക്ക് തന്നെയാണ് ഉഹില്ല, അഹില് എന്നൊക്കെ അതേ അക്ഷരം, അലിഫ്, ഹാ, ഞങ്ങൾ കടലമണി ഹാ എന്നാ പറയാം, ആ ലാം ഇട്ടിട്ടാണ് അത് എഴുതിയിട്ട്. അതേ അക്ഷരങ്ങൾക്ക് അറുക്കപ്പെടുക എന്ന് എങ്ങനെ കിട്ടിയത് എനിക്കറിയില്ല. അവിടെ മാസപ്പിറവിയെ കുറിച്ച് ചോദിക്കുന്നു, അതും ശരി, അതെനിക്ക് മനസ്സിലായിട്ടില്ല. മാസപ്പിറവി ഒന്നിന്റെ മുഅഹലാത്താകുകയാണ്, അത് അതിനർഹമായി തീരുക. അപ്പോ ഒരു ഇക്തിമാലുൽ കമർ പൂർത്തിയാകുമ്പോഴാണ് അത് ഹിലാലായി മാറുന്നത്. അങ്ങനെ അതിന്റെ ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് ആണ് അവർ നിന്നോട് ചോദിക്കുന്നത്. അത് ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്നാണ്. അത് ഹജ്ജിനുള്ള മീഖാത്ത്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എപ്പോഴോ ഒരു കാര്യം വിശദീകരിച്ചിട്ടുണ്ട് ആയത്ത്. അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മാവിലെ പൂവുകൾ കണ്ടിട്ട് എപ്പോഴാണ് അത് മാമ്പഴത്തിന് അഹിലാകുക, അതിന്റെ മീക്കാത്ത് എപ്പോഴാന്ന് പറഞ്ഞാല് അതിന്റെ മീക്കാത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ പഴങ്ങൾ മുഴുവൻ
അത് നൽകുന്ന ഒരവസ്ഥയിലേക്ക് ആ പൂക്കളൊക്കെ വിരിഞ്ഞ് പിന്നെ ചെറിയ ചെറിയ മാങ്ങകളായി അത് വലുതായി അത് മാമ്പഴമായി മാറുമ്പോഴാണ് അത് അതിൻ്റെ അഹില്ലത്തിൽ അതിൻ്റെ മീക്കാത്തിലേക്ക് അത് എത്തുന്നത്. അതാണ് മീക്കാത്തു റബ്ബിലേക്ക് എത്തുന്ന അത് അതിൻ്റെ അത് അതിന് മുഅഹലായ അതിന് അവകാശപ്പെട്ട ഒന്ന് അത് ലോകത്തിന് നൽകുന്ന ഒരവസ്ഥയിലേക്ക് അത് എത്തിച്ചേരുക. അപ്പൊ നമ്മൾ ആരുടെ അഹിലാണ് ആയി മാറേണ്ടത്? അള്ളാഹുവിൻ്റെതോ അതോ ദൈവികതയുടെയോ അല്ല പൈശാചികതയുടെയോ? അതാണ് ഇവിടുത്തെ വിഷയം. അതാണ് വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി. അള്ളാഹുവിന്റെ ഖവാനീനുകൾക്കും അവന്റെ അഹ്കാമുകൾക്കും അവന്റെ നിലാമുകൾക്കും അല്ലാതെ നിങ്ങൾ അർഹരാകരുത് എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ മലയാളം ഞാൻ പറയാം. അവന്റെ നിയമവ്യവസ്ഥകൾക്ക്, അവന്റെ ഹുക്കുമുകൾക്ക്, അവന്റെ വിധികൾക്ക്, അവൻ ഈ പ്രപഞ്ചത്തിൽ വെച്ച ഒരുപാട് അഹ്കാമുകളുണ്ട്, വിധികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നിയതി വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളുടെ അഹലാത്ത് അഹില് ആയിട്ടാണ് നമ്മൾ മാറേണ്ടത്. അതല്ലാത്തവയ്ക്ക് നിങ്ങൾ അതിൻ്റെ അഹിലായിട്ട് മാറരുത്. കൃത്യമായി എൻ്റെ സഹോദരങ്ങൾ പഠിക്കണത്. അല്ലാതെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടതെന്നല്ല. എന്നിട്ട് ഈ ഏതെങ്കിലും നേർച്ചക്ക് അല്ലെങ്കിൽ മറ്റുള്ളതിനൊക്കെ അറുക്കപ്പെട്ട മാംസമോ ഇറച്ചിയോ ചോറൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കും. ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ടാക്കിയ, പഠിക്കുന്ന കാലത്ത് ഒരു ആശയം നമ്മുടെ തലയിൽ കയറിയിരുന്ന കാലഘട്ടത്തിൽ ഭയങ്കരമായി വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിരുന്നതാണ്. അങ്ങനത്തെ ഒരു നബിദിനത്തിന്റെ ഭക്ഷണം കൊണ്ടുവന്നാൽ പോലും തിന്നരുത് എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്ന ആളാണ്. അങ്ങനത്തെ ആളിപ്പോ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കും ആ ചോറ്. എന്നിട്ടല്ലേ ഇപ്പോ ഞാൻ തിന്നണത് മാത്രമല്ല എൻ്റെ മക്കൾക്ക് വരെ തിന്നാൻ കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, ഈ ഭക്ഷണമല്ല നമുക്ക്, നിങ്ങൾ നല്ല ആശയങ്ങളെ ഉൾക്കൊള്ളാവൂ, മനുഷ്യരെ സ്നേഹിക്കുന്ന അത്തരം മാനവികതക്ക് ഗുണകരമായ ആശയങ്ങളെ എൻ്റെ മക്കൾ സ്വീകരിക്കാവുന്നേ പറയുള്ളൂ. മറ്റത് നിങ്ങൾ ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നിങ്ങളുടെ ശരീരത്തിന്റെ രോഗവും ആരോഗ്യവും ഏതാണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കി നിങ്ങൾ പഠിച്ച് കഴിക്കുക. അത്രേ അതിനെക്കുറിച്ച് പറയാറുള്ളൂ. അപ്പൊ നമ്മൾ നോക്കിയ, അല്ലാതെ അയൽവാസിയുടെ ഓണത്തിന്റെ സദ്യ കഴിക്കാൻ പാടില്ല എന്നല്ല. 30 വർഷത്തോളമായി ഓണസദ്യ ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ 1-2 വർഷം മാത്രമേ വിട്ടുപോയിട്ടുള്ളൂ. കാരണം എൻ്റെ അയൽവാസികൾ നമ്മുടെ ഒരു സഹോദര മതവിഭാഗത്തിൽപ്പെട്ടതാണ്. അവര് ഞങ്ങൾ അവരെയും ആഘോഷങ്ങൾക്ക് വിളിക്കാറുണ്ട് എല്ലാ വർഷവും. വീട്ടിലില്ലാത്തതിന്റെ പേരിൽ 1-2 വർഷം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉള്ളൂ ഇവിടെ താമസം തുടങ്ങി 30 വർഷമായിട്ട്. അപ്പോൾ ആ ഭക്ഷണമല്ല നമ്മൾ കാര്യമാക്കേണ്ടത്. നമ്മുടെ ചിന്തയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ഭക്ഷണത്തെയാണ് നമ്മൾ, അത് സംശുദ്ധമാണോ പരിശുദ്ധമാണോ, അത് നമ്മുടെ ചിന്തയെയും മനസ്സിനെയും മലീമസമാക്കുമോ, അത് നമ്മുടെ ആത്മീയ രംഗത്ത് നമ്മുടെ ഉയരങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുമോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് ആ ഭക്ഷണത്തെയാണ്. അതാണ് ഖുർആനിന്റെ സംസാര വിഷയം. ആ ഭക്ഷണത്തെ കുറിച്ചാണ്. അതാണ് വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് പറയുന്നത്. ദൈവീകതയ്ക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ അർഹമായി തീരുന്ന ആശയങ്ങളുണ്ട്, അറിവുകളുണ്ട്, അത് നിങ്ങൾ ഉൾക്കൊള്ളരുത് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കാനുള്ളത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 1-2 ക്ലാസ്സുകളും കൂടി എടുക്കേണ്ടി വരും. ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അൽയൗമ യൈസല്ലദീന കഫറു എന്ന് പറയുന്നത്. ഈ ആശയങ്ങളിലേക്കാണ് എത്തുമ്പോൾ ചിന്ത മുരടിച്ച ആളുകൾക്ക്, യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ആളുകൾക്ക് നിരാശയെ വരുള്ളൂ എന്ന് പറയുന്നത്. അതല്ലാതെ ഈ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ അവർക്ക് നിരാശയാവുന്നല്ല അർത്ഥത്തിനല്ല. എന്നിട്ട് പിന്നെ പറയുന്ന അലിയവും അക്കുമൽത്തു ലക്കും ദീനുക്കും എന്നാണ്. നിങ്ങളുടെ ദീന് ഇതിലൂടെ പൂർത്തിയാക്കുകയാണ് ചെയ്യണതെന്നാണ് പറയണത്. ഇത് മുഴുവൻ ഈ മുൻഖനിക്കത്ത് ഇതുകൊണ്ട് പറഞ്ഞ പൂർണ്ണമായിട്ടും ഒരു പൂർണ്ണ മനുഷ്യനായി
അവന് ദീൻ ഉൾക്കൊണ്ട മനുഷ്യനായി മാറുക ചെയ്യുക. ഈ ആശയങ്ങൾ മുഴുവൻ അങ്ങോട്ട് പൂർത്തിയാകുമ്പോൾ അത്രയും കാര്യങ്ങൾ പിന്നീട് നമുക്ക് ശേഷമുള്ള ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സലാം.